മണലൂർ നിയോജക മണ്ഡലത്തിലെ വാടാനപ്പള്ളിയിൽ സ്വകാര്യ ഗോഡൌണിൽ വോട്ടിനു വേണ്ടി കിറ്റ് തയ്യാറാക്കിയെന്ന് ആരോപണം. വണ്ടിയാണെങ്കിൽ ഇത് ഞാൻ പുറത്ത് രക്ഷപ്പെടാൻ അനുവദിച്ചിട്ടില്ല. ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരാൾ രക്ഷപ്പെട്ട് പുറത്തുമില്ല. വണ്ടി പുറത്തുണ്ട്. ഈ ഇടപെടൽ ശരിയല്ല. എന്നെ കൊണ്ട് പരാതിക്കാരനാക്കിക്കരുത്. പരാതിക്കാരനാക്കി കഴിഞ്ഞാൽ ആരോന് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ വിളിച്ചതിന് ശേഷമാണ് ചാനലുകാരെ വിളിച്ചത്. ചാനലുകാർ തൃശ്ശൂരിൽ നിന്ന് എല്ലാ ലീഡിങ് ചാനലും ഇവിടെ എത്തി. പാവട്ടിയുള്ള നമ്മുടെ സ്കോഡ് ഇവിടെ എത്തിയില്ലെന്ന് അത് നിങ്ങൾ അംഗീകരിക്കില്ല. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ കയറി ഈ പറയുന്ന BJP നേതാവിനെ പിടിച്ച് പോലീസിൽ റോഡിൽ കെട്ടിയിടും. പോലീസിൽ ഏൽപ്പിക്കുന്ന പണിയില്ല, റോഡിൽ കെട്ടിയിടും. അതിന് സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി BJPയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റ് തയ്യാറാക്കുന്നുവെന്നാരോപിച്ച് കേന്ദ്രം UDF പ്രവർത്തകർ വളയുകയായിരുന്നു. പിന്നാലെ LDF പ്രവർത്തകരും സ്ഥലത്തെത്തി. UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരെത്തി. തുടർന്ന് സ്ഥലത്തെത്തിയ BJP പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. ഞാനടക്കം പുറത്തു വെക്കാം. പക്ഷെ ഇതില്ലാതെ ഇനി ഒറ്റ കാര്യമുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ഈ പറയുന്നവർ ചെയ്തില്ലെങ്കിൽ നിങ്ങളും പുറത്തു പോകില്ല. 100% അതെന്നാ വളരെ റെസ്പോൺസിബിലിറ്റിയോട് കൂടി പറയാം. ഞാനൊരു 3 തവണ MLA റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. ഞാൻ ആ റെസ്പോൺസിബിലിറ്റിയോട് കൂടി പറയുന്നത്, നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും രീതിയിൽ ഫൗൾ പ്ലേ കാണിക്കുകയോ നിങ്ങൾ നിങ്ങൾ അനാസ്ഥ കാണിക്കുകയോ ചെയ്താൽ നിങ്ങളെ ഞങ്ങളോട് പറഞ്ഞേക്കില്ല. തളിക്കുളത്തെ സ്വകാര്യ വ്യക്തിയുടെ വീടിനോട് ചേർന്നുള്ള സ്വകാര്യ ഗോഡൌണിന് മുൻപിലാണ് പ്രതിഷേധം. മരണാനന്തര സഹായ സമിതിയുടെ പേരിൽ ഇവിടെ കിറ്റ് വിതരണം ചെയ്യുന്നുവെന്നാണ് പ്രധാന ആരോപണം. എന്നാൽ BJP നേതാവും നടനുമായ ദേവന്റെ നേതൃത്വത്തിൽ വോട്ടഭ്യർത്ഥിച്ചെത്തിയ സംഘത്തെ വീടിനകത്ത് തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് BJP ആരോപിച്ചു. ഒരു പങ്കുലോ കാര്യം ഞങ്ങളുടെ നേതാക്കന്മാരായിട്ട് രണ്ടുപേര്, ദേവനും അതുപോലെ തന്നെ ബഗീഷ് പുരാണം OBC സംസ്ഥാന സെക്രട്ടറി, ഇവർ രണ്ടുപേരും പ്രധാന വ്യക്തികളെ സമ്പർക്കം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ആ നേരത്താണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. ബഗീഷ് മുകളിൽ അവരെ കാണാനായിട്ട്, ഇതിന്റെ മുതലാളിയെ കാണാനായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അയാളെ നമുക്ക് ഈ വോട്ടർമാരെ നമ്മൾ കാണും. ഇപ്പോൾ ഒരു കുടുംബയോഗം കഴിഞ്ഞ് നിരവധി ആൾക്കാരെ കഴിഞ്ഞ് വരികയാണ്. ദേവൻ അങ്ങനെ പ്രധാനപ്പെട്ട നമ്മൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ മുഴുവൻ കാണും. മണലൂർ മണ്ഡലത്തിലും വാടാനപ്പള്ളി മണ്ഡലത്തിലൊക്കെ ഇന്നലെ അരിമ്പൂരൊക്കെ നടന്നിട്ടുള്ളതാണ്. നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. കിറ്റ് കൊടുക്കുന്നൊക്കെയുള്ളത് ഇവിടെ ഒരു ആരോപണമാണ്. ഇതൊരു വ്യാപാര സ്ഥാപനമാണ്. അവരിഞ്ഞ് കിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ, അവരവരുടെ സ്ഥാപനങ്ങളിലേക്ക് അത് കൊടുത്തേക്കുന്നുണ്ടോ നമുക്കറിയില്ല. നമുക്കറിയുന്ന കാര്യം നമ്മുടെ ലീഡേഴ്സിനോട് തടഞ്ഞു വെച്ചാണ് നമ്മളിവിടെ വരുന്നത്. അത് BJP ആണ് ഈ 2 നിയോജകമണ്ഡലങ്ങളിലും വിജയ സാധ്യതയിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ആ വിജയ സാധ്യത തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ കൊണ്ടുപിടിച്ചിട്ടുള്ള ദുരാരോപണങ്ങളാണ് നടക്കുന്നത്. മുഴുവൻ ഒരു തരത്തിലും ഒരു കഴമ്പുമില്ലാത്തതും
BJPക്കോ NDAക്കോ യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത കാര്യത്തെ സംബന്ധിച്ചിട്ടാണ് ഈ തടിച്ചുകൂടൽ. ഈ അവരുടെ ആക്രോശങ്ങളും ഈ അങ്കലാപ്പും ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് തോൽവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ്. 4000 കിറ്റുകൾ തയ്യാറാക്കിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. സംഭവമറിഞ്ഞ് വാടാനപ്പള്ളി പോലീസും ഇലക്ഷൻ കമ്മീഷൻ സ്ക്വാഡും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിനെതിരെ സ്റ്റേറ്റ് ഇലക്ഷൻ ഓഫീസർക്കും മണലൂർ റിട്ടേണിംഗ് ഓഫീസർക്കും UDFന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് പരാതി നൽകി. BJP നേതാവ് ഉള്ളിലുണ്ട്. ഒന്ന്, നിങ്ങൾ പോലീസ് BJP നേതാവിനെ അറസ്റ്റ് ചെയ്യണം. 2, ഈ സാധനങ്ങൾ കസ്റ്റഡി എടുക്കണം. ഈ സ്ഥാപനം സീസ് ചെയ്യണം. ഇന്ന് ഇതന്നെയാണ് കൊണ്ടത് ചെയ്യുന്നത്. സാധനം സീസ് ചെയ്യണം, സാധനങ്ങൾ സീസ് ചെയ്യണം. ഈ ആളുകളെ നിങ്ങൾ പോലീസിനോട് അറസ്റ്റ് ചെയ്യണം. സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അവരായിരത്തി കിറ്റ് സ്വാതന്ത്ര്യം ഭരണഘടന സമിതിക്ക് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, സ്വാതന്ത്ര്യത്തിന്റെ സെക്രട്ടറി പ്രസിഡന്റ് വിളിച്ചപ്പോൾ അവർക്ക് സംഭവം അറിയില്ല. BJP സതീഷ് എന്ന് പറയുന്ന ഒരാൾക്കാണ് ഇത് പാക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഉടമസ്ഥൻ പറയണം, മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലെ കിട്ടി 2000 കിറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 15,000 കിറ്റാണ് മണലൂര് നിയോജകമണ്ഡലത്തിൽ കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് പാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ 2000-ഓളം കിറ്റ് ഇരിക്കുന്നുണ്ട്. വീണ്ടും പാക്ക് ചെയ്തുകൊണ്ടിരിക്കും. കൊണ്ടുപോകാൻ വേണ്ടി 4 വണ്ടി പുറത്തേക്ക്, 4 വാഹനങ്ങൾ പുറത്തേക്കാണ്. ഇപ്പോൾ 4000 കിറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. 4000 കിറ്റ് കൊണ്ടുപോകാൻ വേണ്ടി 4 വാഹനങ്ങൾ പുറത്തേക്കുന്നു. പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇതിൻ്റെ BJPയുടെ സംസ്ഥാന നേതാവ്, അവരുടെ OBC മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുകളിൽ നിൽക്കുകയാണ്. ഇത് കൃത്യമായും ഇലക്ഷൻ വയലേഷൻ ആണ് പൂർണ്ണമായും. അതുകൊണ്ടാണ് ഇത് എല്ലാവരും കൂടി ഇത് കണ്ടുപിടിച്ചത്. ഇപ്പം RSSഉം സംഘപരിവാറും കൂടി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി, ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ വിലക്കി വാങ്ങാൻ വേണ്ടി BJPയും RSSഉം സംഘപരിവാറും കൂടി പ്ലാൻ ചെയ്ത ഒന്നാണ് ഈ ഇപ്പോൾ ആളുകൾ കിറ്റ് വിതരണം. ഇതിലെന്താണ് ഇലക്ഷന്റെ ഭാഗത്ത് നിന്ന് നടപടി എന്ന് പറയുന്നത്? എന്താണ് പരാതിയെ കൊണ്ടിരിക്കുന്നത്? ഈ UDF ബൂത്ത് തലത്തിൽ ഇതിന് പരിശോധിക്കാൻ അന്യമായി സംഘം നിയോഗിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. LDF ഭാഗത്ത് എങ്ങനെയാണ്? നമ്മുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും പെട്ടിട്ടുണ്ടോ? നേരത്തെ ഇങ്ങനെ വിതരണമൊക്കെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. ആ ശ്രദ്ധയിൽപ്പെട്ടത് തീർച്ചയായിട്ടും അതിനെതിരെ അതിശക്തമായിട്ടുള്ള ഏത് തരത്തിലുള്ള പൂർണ്ണമായിട്ടും ജനകീയമായ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കാൻ വേണ്ടി BJP ബോധപൂർവം ഉത്തരേന്ത്യൻ മാതൃകയിൽ കേരളത്തെ മാറ്റിത്തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കോളനികൾ കേന്ദ്രീകരിച്ച് സാരി വിതരണം നടത്തുക, സെറ്റുമുണ്ട് വിതരണം നടത്തുക, കോളനികൾ കേന്ദ്രീകരിച്ച് കിറ്റ് വിതരണം നടത്തുക. ഇന്നലെ വളരിയിൽ ഇത്തരം സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് വാടാനപ്പള്ളിയിലും ഏകദേശം 4000 കിറ്റുകളാണ് അതിനാവശ്യമായ സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന പ്രവർത്തനം ആരംഭിച്ചത്. പ്രദേശത്ത് UDF BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷാവസ്ഥ ഏറെ നേരം നിലനിന്നിരുന്നു. സ്ഥാനാർത്ഥി